ഓക്കെ. അപ്പം ഇതൊരു ഇന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് കുറച്ചുള്ള കറക്ഷൻസിൻ്റെ വീഡിയോ ആണ്. അപ്പം ഒരു ഡൗട്ട് എല്ലാവരും ചോദിച്ചത് ഓർഡർ എങ്ങനെയാണെന്നുള്ളതാണ്. കാര്യം നമ്മൾ വഞ്ചിപ്പാട്ട് ലാസ്റ്റിലാണല്ലോ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ഓർഡർ വരുന്നത് ഗണപതി, അത് കഴിഞ്ഞ് സരസ്വതി, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പഠിച്ച വഞ്ചിപ്പാട്ട്, അത് കഴിഞ്ഞ് കുമ്മിമംഗളം. കുമ്മിമംഗളം ഒന്നിച്ചാണ് ഓഡിയോ നമ്മൾ ഒന്നിച്ചാണ് പഠിച്ചത്, അതാണ് ആ ഓർഡർ. അപ്പോൾ വഞ്ചിപ്പാട്ട് സരസ്വതി കഴിഞ്ഞിട്ടാണ് വരിക. ഇനി എങ്ങനെയാണ് നമ്മുടെ ട്രാൻസിഷൻ എന്ന് നോക്കാം. ആദ്യം ഗണപതിയുടെ തുടക്കത്തിൽ നമ്മൾ വെറുതെ നിൽക്കുകയാണ്, നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ. അപ്പോൾ നമ്മൾ വെറുതെ തൊഴുന്നതേ ഉള്ളൂ, താഴുന്നില്ല, ബോഡി സ്ട്രെയിറ്റ്. അപ്പം ഗണപതിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണല്ലോ, 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 കഴിഞ്ഞ് തിരിച്ചെല്ലാവരും വെറുതെ നേരത്തെ പോലെ തന്നെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ, ആ 4 ഒരു ചെറിയ മ്യൂസിക് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ആ 4 ബീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സരസ്വതി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി സരസ്വതിയുടെ അവസാനം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, എല്ലാവരും പോകുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തൊഴുന്ന അതേ പൊസിഷനിൽ വരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വഞ്ചിപ്പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. വഞ്ചിപ്പാട്ട് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ വഞ്ചിപ്പാട്ടിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണല്ലോ അല്ലെ, ഇത് കഴിഞ്ഞിട്ട് മാത്രം ട്രാൻസിഷൻ കുമ്മിയിലോട്ട് പോകുമ്പോൾ നമ്മൾ തൊഴുന്നില്ല, നമ്മൾ കൈ വെറുതെ ഇടുന്നതേ ഉള്ളൂ. കാര്യം 4 ബീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൈ പിടിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ വെറുതെ കൈ ഫ്രീ ആയിട്ട് ഇടുന്നു. നമുക്ക് റൈറ്റ് കാല് കൊണ്ട് 1 2 3 4 ചവിട്ടിയിട്ട് കൈ കൊടുക്കാം. കൈ കൊടുത്തു നമ്മൾ ഈ സ്റ്റെപ്പ് കൊണ്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇനി കുമ്മിയുടെ ഇടയ്ക്കും ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പിന് തൊട്ട് മുമ്പ്, അവിടെയും നമ്മൾ നേരത്തെ പോലെ കൈ ഫ്രീ ആയിട്ട് ഇടുന്നു, തൊഴുകല്ല. 1 2 3 4 കഴിഞ്ഞിട്ട് 1 2 3 4. ഓക്കെ, ഇതാണ് ഓർഡർ. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത ഡൗട്ട് വന്നത് വഞ്ചിപ്പാട്ടിന്റെ സ്റ്റെപ്സ്. അതായത് അവസാനം വന്ന വീഡിയോയിൽ വഞ്ചിപ്പാട്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതാണ് ചെയ്തത് അല്ലേ, 1 2 3 4 1 2 3 4. ഇത് ഫസ്റ്റ് സ്റ്റാൻസയുടെ സ്റ്റാർട്ടിങ്. സെക്കൻഡ് സ്റ്റാൻസയിലും ഇതേ സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ കൈ സെയിം തന്നെയാണ് അടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, തിരിച്ചാണ് കൈ അടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിലും സെക്കൻഡ് സ്റ്റാൻസയിലും ഒരേ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ആദ്യത്തെ തവണ നമ്മൾ വളരെ സോഫ്റ്റ് ആയി ചെയ്യുന്നു എന്നേ ഉള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം അത്ര സോഫ്റ്റ് അല്ല. ഓക്കെ, ഇനി അതിൽ മൂവ് ചെയ്യുന്നതിനൊരു ഡൗട്ട് ഉണ്ട് പറഞ്ഞു. ഇതുകൊണ്ട് നമ്മൾ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് കാല് ഒരു തവണ ചവിട്ടി, ഒന്നുകൂടെ ചവിട്ടി, ടേൺ ചെയ്തു, അല്ലാതെ അതിന് എക്സ്ട്രാ മൂവ്മെന്റ്സ് ഒന്നുമില്ല. റൈറ്റ് ടേൺ ടേൺ, ലെഫ്റ്റ് കൊണ്ട് അതേപോലെ 1 2 3 4 ലെഫ്റ്റ് ടേൺ ടേൺ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് ഞങ്ങളുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്, വഞ്ചിപ്പാട്ടിലും കുമ്മിയിലും തിത്തിത്തേയുണ്ട്. അത് ഞങ്ങൾ ഒരു തവണ റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയും ഒരു തവണ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന മിസ്റ്റേക്ക് ചെയ്തു. നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്യാണ് എപ്പോഴും റൈറ്റിലോട്ട് തന്നെ മൂവ് ചെയ്യാം. അതായത് അതിന്റെ കൈ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. തിത്തിത്തേ 1 2 3 4. അപ്പൊ ഇതെന്റെ റൈറ്റ്. ഞാൻ അത് 2 തവണ വഞ്ചിപ്പാട്ടിലും കുമ്മിയിലും വരുമ്പോൾ ഞാൻ ഹോൾ സർക്കിള് റൈറ്റിലേക്കാണ് പോകുന്നത്, നമ്മുടെ റൈറ്റിലേക്ക്. ഓക്കെ, അത് നോക്കിയാൽ 1 2 3 സ്റ്റാർട്ട്, 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, അപ്പം അത് കറക്ഷനായി. അപ്പോൾ വഞ്ചിപ്പാട്ടിലെ 2 കറക്ഷൻസും പറഞ്ഞു. ഇനി കുമ്മിയിൽ ആക്ച്വലി നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ പാർട്ട്നേഴ്സിനെ ക്ലാപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പല ഗ്രൂപ്പിൽ പോയപ്പോഴും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അത് നല്ല ഡിഫിക്കൽട്ട് ആണ്, ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് ഓടേണ്ടി വരുന്നു. അപ്പോൾ ഒളിമ്പിയ പാർക്കിൽ പോയപ്പം ആക്ച്വലി അവിടുത്തെ ജ്യോതിയാണ് ഒരു സജഷൻ പറഞ്ഞു, നമുക്കൊന്ന് ഡിഫറെന്റ് ആയി ചെയ്താലോ. ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് പാർട്ട്ണർ 1 ഇരുന്നിട്ട് അവരുടെ റൈറ്റ് സൈഡിലാണ് കൈ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കത് മാറ്റിയിട്ട് പാർട്ട്ണർ 1 ലെഫ്റ്റിൽ കൈ കൊടുക്കുന്ന പോലെ ആക്കുകയാണ്. ഓക്കെ, പാർട്ട്ണർ 1 ലെഫ്റ്റ്. ഇനി എങ്ങനെയാണ് അത് ചേഞ്ച് വരുന്നതെന്ന്, അപ്പൊ എനിക്കിവിടെ ടീം മെമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു 4 പ്രോപ്പർട്ടി വെക്കുകയാണ്. ഇവരാണ് എൻ്റെ 4 പാർട്ട്ണർ 1s. ഓക്കെ, ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ശരിക്കും റെക്കോർഡ് ചെയ്ത് ഒരു കുമ്മിയുടെ ആ ഒരു പോർഷൻ വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യണം. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ 4 പാർട്ട്ണർ 1 വിചാരിക്കൂ, ഞാൻ പാർട്ട്ണർ 2. ഓക്കെ, ഇതെന്റെ പാർട്ട്ണർ. അപ്പൊ ഞാൻ ഇവിടെ നിന്നപ്പോൾ ഇപ്പോഴത്തെ ചേഞ്ച്, നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് ക്രോസ് ചെയ്തിട്ട് തിരിഞ്ഞ് കൈ അടിക്കുക ചെയ്യുന്നത്, നമ്മൾ അത് ചെയ്യുന്നില്ല ഇനി. കാര്യം അത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയാ കളിക്കാം. അപ്പൊ ഞാൻ പാർട്ട്ണർ 2 ആണ്. 1
2 ഈ സ്റ്റെപ്പ് 3 4 ഇത് കളിച്ചു കഴിഞ്ഞു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഞാൻ അവിടെ തന്നെ നിന്ന് 1 2 ഓക്കെ ഇവിടെ നിൽക്കുന്ന ആളുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ക്ലാപ്പ് ചെയ്തു. ഓക്കെ അപ്പം 1 2 3 4 എന്നിട്ട് 5 6 ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഫസ്റ്റ് പാർട്ട്ണറെ ക്രോസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ 5 6 പിന്നെയോ അടുത്ത 5 ഒന്നുകൂടെ നോക്കിയാലേ നോക്കൂ, 1 2 3 4 5 6 ക്രോസ് ചെയ്തു. അപ്പൊ 7 8 അടുത്ത ആളുടെ അടുത്ത് എത്തി, ഇതേ സൈഡ് തന്നെ കൊടുത്തു 7 8 പിന്നെയോ 1 2 3 4 5 6 7 8 കിട്ടിയോ. അപ്പം നേരത്തെ പോലെ തന്നെയാണ് നമ്മൾ 4 പേരെ എന്തായാലും ക്ലാപ്പ് ചെയ്യണം. ഓക്കെ കാര്യം 8 + 8 16 ബീറ്റ്സ് ഉണ്ട്. അപ്പം പക്ഷേ ഡിഫറൻസ് എന്താണ്, പാർട്ട്ണർ 2 നിന്ന സ്ഥലത്ത് തന്നെ 1 2 3 4 ആദ്യത്തെ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷമേ അടുത്തതിനെ മൂവ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ പാർട്ട്ണർക്ക് കൊടുത്തു, പിന്നെ മൂവ് ചെയ്തു, മൂന്നാമത്തെ പാർട്ട്ണർക്ക് കൊടുത്തു, പിന്നെ മൂവ് ചെയ്തു, നാലാമത്തെ പാർട്ട്ണർക്ക് കൊടുത്തു, അവിടെ നിന്നു. ഓക്കെ ഇനി അടുത്ത ഒരു എല്ലാ തവണയും വരുന്ന സ്റ്റെപ്പില് ഉള്ള ഒരു കാര്യം, ഈ ക്ലാപ്പ് ചെയ്തിട്ട് എങ്ങോട്ട് ഏത് കാല് സ്ട്രെച്ച് ചെയ്യണം എന്നുള്ളത്. അതായത് ഇപ്പൊ എൻ്റെ അടുത്തൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഈ പാർട്ട്ണർക്ക് ക്ലാപ്പ് ചെയ്യുമ്പോൾ പാർട്ട്ണറിന്റെ സൈഡിലുള്ള കാല് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അടുത്തടുത്ത് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഓർത്താൽ മതി, പാർട്ട്ണറുടെ അടുത്തുള്ള കാലല്ല സ്ട്രെച്ച് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് സൈഡിലെ കാലാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. ഇനി ഇതുപോലെ ഒരു ഡൗട്ട് കൂടെ വന്നത് മംഗളത്തിനകത്ത് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മളിങ്ങനെ 1 2 പോയിട്ട് 1 2 3 4 അതില് ചില ടീംസ് നേരെ ഓപ്പോസിറ്റ് ആണ് പഠിച്ചത്. നമ്മൾ ശരിക്കും ബേസിക് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പാർട്ട്ണർ 1 റൈറ്റിലോട്ട് മൂവ് ചെയ്യും, പാർട്ട്ണർ 2 ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറെ അല്ല നിങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്നത്. ഞാൻ പാർട്ട്ണർ 1 ആണെങ്കിൽ ശരിക്കും ഇവിടെ പാർട്ട്ണർ 2 ഇവിടെയാ വരേണ്ടേ. അപ്പൊ ഞാൻ അവരെ അല്ല, ആ പാർട്ട്ണറെ അല്ല ആദ്യം മീറ്റ് ചെയ്യുന്നത്. റൂൾ വാസ് പാർട്ട്ണർ 1 ആയിട്ടുള്ള എല്ലാവരും, ഓഡ് നമ്പേഴ്സ് എല്ലാവരും ആദ്യം റൈറ്റിലോട്ട് മൂവ് ചെയ്തു, പാർട്ട്ണർ 2 ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തു. അതായത് ഇപ്പൊ നോക്കൂ, ഞാൻ പാർട്ട്ണർ 1 ആണെങ്കിൽ ഞാൻ 1 2 ചെയ്തു. അപ്പൊ ഞാൻ ഇവിടെ ഒരാളുടെ അടുത്ത് എത്തി, എന്നിട്ട് ഞാൻ കാലെടുക്കുന്നത് ഈ കാലാണല്ലോ എടുക്കണേ. അപ്പൊ ഒരു ഡൗട്ട് വന്നു, ഇങ്ങനെയല്ലേ ബോഡി മൂവ് ചെയ്യാന്ന്. അപ്പൊ എങ്ങനെ ഓർത്തെ, എൻ്റെ അടുത്തൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എനിക്ക് ആ പാർട്ട്ണറെയാണ് കാണേണ്ടത്. ഇനി പാർട്ട്ണറുടെ സൈഡിലെ കാലെടുത്താൽ അത് കൺഫ്യൂഷനോ. അപ്പൊ പാർട്ട്ണറുടെ സൈഡ്, നമ്മൾ ചേർന്ന് നിൽക്കുന്ന സൈഡിലെ കാലെടുക്കാതെ ഓപ്പോസിറ്റ് സൈഡിലെ കാലെടുത്തിട്ട് പാർട്ട്ണറിനെ നോക്കുന്ന രീതിയിൽ. ഓക്കെ ഇതാണ് നമ്മുടെ ലോജിക്. തിരിച്ച് ഞാൻ ലെഫ്റ്റിൽ പോയി വീണ്ടും പാർട്ട്ണറുടെ അടുത്തുള്ള കാലനക്കില്ല, ഇത് ചെയ്തു. ഓക്കെ ഇത് പിന്നെ 1-2 പ്രാക്ടീസ് വീഡിയോസിൽ കണ്ടിരുന്നു, ഒരു ഐറ്റം ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തൊഴുന്നത് ഇങ്ങനെ തൊഴുന്നതായിട്ട്. അങ്ങനെ തൊഴരുത്, അത് തെറ്റാണ്. നമ്മുടെ തലയുടെ മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇപ്പം സരസ്വതിയുടെ ലാസ്റ്റ് അല്ലേ, ഇതിങ്ങനെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ചെയ്താൽ മതി.